ഇവിടെ ദൂതൻ അവരോട് പറഞ്ഞത്, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല എന്നുള്ളതാകുന്ന കാര്യങ്ങൾ ദൂതൻ സെക്കരിയാവിനോട് പറയുകയാണ്. ഈ വചനം കേട്ടപ്പോൾ സെക്കരിയാവ് ചോദിക്കുന്ന വാക്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. അവൻ പറയുകയാണ്, സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോതിനാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സെന്നോളുമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, സെക്കരിയാവിന് അറിയാം അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതാനുഭവങ്ങൾ പോലെ വാർദ്ധക്യമായി ശുഷ്കിച്ച ശരീരങ്ങളായി ഇനിയൊരു സന്താനം ഉണ്ടാകത്തക്ക വിധത്തിലുള്ളതാകുന്ന ശാരീരികമായിട്ടുള്ളതാകുന്ന ജീവശാസ്ത്രപരമായിട്ട് യാതൊരു സാധ്യതയുമില്ല, ഞങ്ങളെ കൊണ്ട് ഇനി അത് സാധിക്കുകയില്ല എന്ന് തീർത്തും മാനുഷികമായിട്ടും ജീവശാസ്ത്രപരമായിട്ടും അറിയാവുന്ന സെക്കരിയാവ് ദൂതനോട് പറയുകയാണ്, അത് സാധിക്കുകയില്ല, അത് അസാധ്യമാണ്.